ഈ ബട്ടർനട്ട് സ്ക്വാഷ് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇന്നിത് അടർത്തിയെടുക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് നല്ല ഒരു കറി വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇത് രണ്ടെണ്ണം ഉള്ളതിൽ ഒരെണ്ണം ഇന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓ, കിട്ടി. ബട്ടർനട്ട് സ്ക്വാഷ് ഇന്ന് കട്ട് ചെയ്തെടുത്തു. ഇതിനി ഒരു കറി വയ്ക്കാൻ പോവുകയാണ്. ഗാർഡൻ ഫ്രഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റി കറി വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബട്ടർനട്ട് സ്ക്വാഷ് 1 കിലോ ആൻഡ് 800 ഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം എടുക്കുന്നില്ല, ഇതിൻ്റെ ഹാഫ് ആണ് എടുക്കുന്നത്. അത് മത്തങ്ങ എരിശ്ശേരി വെക്കും പോലുള്ള ഒരു എരിശ്ശേരിയാണ് വെക്കുന്നത്. മത്തങ്ങയും സ്ക്വാഷ് ഫാമിലിയിൽപ്പെട്ട ഒരു ഐറ്റമാണ്. ഇതിനി ക്ലീൻ ചെയ്ത് നുറുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യുക. ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിനകത്തെ ഈ സീഡൊക്കെ നീക്കി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നുറുക്കണം. കഴുകി നുറുക്കിയ ബട്ടർനട്ട് സ്ക്വാഷ് പ്രഷർ കുക്കറിലേക്ക് ഇടുന്നു. ഇത് പ്രഷർ കുക്കറിലാണ് കറി വെക്കുന്നത്. ഹാഫ് എ കപ്പ് ഒണിയൻ നുറുക്കിയതിടുന്നു. 1 ടേബിൾ സ്പൂൺ ഗാർലിക് നുറുക്കിയത്. ഹാഫ് എ കപ്പ് മൂങ് ദാൽ. 2 പച്ചമുളക് കീറിയതും കുറച്ച് കറി ലീഫും കൂടെ ചേർക്കുന്നു. കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ആൻഡ് ഹാഫ് എ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് സോൾട്ട് ഇപ്പം ചേർക്കുന്നു. ലെവൽ വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ആക്കുക. പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 4 വിസിലാണ് ഉദ്ദേശിക്കുന്നത്. അരച്ച് ചേർക്കാനുള്ള ഫ്രഷ് കോക്കനട്ടാണിത്. 1½ കപ്സ് ഉണ്ട്. ഹാഫ് എ ടീസ്പൂൺ ജീരകമുണ്ട്. 1 ടേബിൾ സ്പൂൺ അണിയൻ, 1 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്യുക. സ്റ്റീം ഡൗൺ ആയതിനു ശേഷം പ്രഷർ കുക്കർ ഓപ്പൺ ആക്കുക. വറുത്ത് ചേർക്കാനുള്ള ഐറ്റങ്ങളാണ് ഇരിക്കുന്നത്. കടുക്, കറി ലീഫ്, വറ്റൽ മുളക്, ഫ്രഷ് കോക്കനട്ട് ആൻഡ് ഒണിയൻസ്. കനോള ഓയിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ. ഹോട്ട് ഓയിലിലേക്ക് കടുക് ഇട്ട് വറക്കുന്നു. ഒണിയൻ ചേർക്കുന്നു. ബാക്കിയുള്ള ഐറ്റങ്ങൾ ചേർക്കുന്നു. കഷണങ്ങൾ പാകത്തിന് വെന്തു. ഇനി അരച്ച കൂട്ട് ചേർക്കുന്നു. അരച്ച കൂട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. കറി ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. കറിയിലേക്ക് വറുത്ത കൂട്ട് ചേർക്കുന്നു. ഒന്ന് അടച്ചതിന് ശേഷം മിക്സ് ചെയ്യുക. ബട്ടർനട്ട് സ്ക്വാഷ് എരിശ്ശേരി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.